Good morning all of you. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ +1 എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് പാർട്ടായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിനെ മലയാളത്തിൽ പറയുക സാംഖ്യികം എന്നാണ്. സാംഖ്യികം എന്ന് പറഞ്ഞാൽ സംഖ്യകളെ കുറിച്ചുള്ള പഠനം. സാംഖ്യികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഖ്യകളെ കുറിച്ചുള്ള പഠനമാണ്. ഗവൺമെന്റിന് വളരെ അത്യാവശ്യമാണ് രാജ്യത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകൾ. അതായത് ജനങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകൾ, മരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ, കയറ്റുമതി, ഇറക്കുമതി ഇവയുമായി ബന്ധപ്പെട്ട കണക്കുകൾ, ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ, ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട കണക്കുകൾ തുടങ്ങിയവ. ഇത്തരം കണക്കുകളെ അടിസ്ഥാനമാക്കിയാണ് ഗവൺമെന്റ് രാജ്യത്ത് നയങ്ങൾ രൂപീകരിക്കുന്നത്. ഗവൺമെന്റിന് നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഗവൺമെന്റിന് രാജ്യത്തെ നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമുക്ക് നമ്മുടെ ചാപ്റ്റർ തുടങ്ങാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ നോക്കാം. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? Statistics is the science of collecting, classifying, presenting and analyzing information in numbers. Statistics is the science of collecting, classifying, presenting and analyzing information in numbers. സംഖ്യകളുടെ രൂപത്തിലുള്ള വിവരങ്ങളെ ശേഖരിക്കുന്നതും തരംതിരിക്കുന്നതും അവതരിപ്പിക്കുന്നതും അതിനുശേഷം അപഗ്രഥിക്കുന്നതുമായ ശാസ്ത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സംഖ്യകളുടെ രൂപത്തിലുള്ള വിവരങ്ങളെ ശേഖരിക്കുന്നതും തരംതിരിക്കുന്നതും അവതരിപ്പിക്കുന്നതും അതിനുശേഷം അപഗ്രഥിക്കുന്നതുമായ വിശകലനം ചെയ്യുന്നതുമായ ശാസ്ത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സംഖ്യകളുടെ രൂപത്തിലുള്ള വിവരങ്ങളെ ശേഖരിക്കുന്നതും അതിനുശേഷം തരംതിരിക്കുന്നതും അവതരിപ്പിക്കുന്നതും അപഗ്രഥിക്കുന്നതുമായ ശാസ്ത്രമാണ് statistics. The term statistics is used either as singular or plural. As a plural sense, statistics means quantitative information or data. As a plural sense, statistics refers to quantitative information or data. Example, statistics of birth rate, death rate, export, import, etc. ബഹുവചന നാമത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പരിമാണാത്മക വിവരങ്ങൾ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. പരിമാണാത്മക വിവരങ്ങൾ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ബഹുവചന നാമത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പരിമാണാത്മക വിവരങ്ങൾ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഉദാഹരണമായി കയറ്റുമതി, ഇറക്കുമതി, ജനനനിരക്ക്, മരണനിരക്ക്, വരുമാനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. As a plural noun, statistics refers to quantitative information or data. Example, statistics of birth rate, death rate, import, export, income, etc. As a singular noun, statistics refers to various methods adopted for collecting, classifying, presenting and interpretation of quantitative information. As a singular noun, statistics refers to various methods adopted for collecting, classifying, presenting and interpretation of quantitative information. ഏകവചനാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകവചനാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പരിമാണാത്മക വിവരങ്ങളുമായി ബന്ധപ്പെട്ട ശേഖരണം, തരംതിരിക്കൽ, അവതരണം, അപഗ്രഥിക്കൽ, വിശദീകരണം എന്നിവയ്ക്കായി സ്വീകരിച്ചിട്ടുള്ള വിവിധ രീതികളെ സൂചിപ്പിക്കുന്നു. As a singular sense, statistics refers to various methods adopted for collecting, classifying, presenting and interpretation of quantitative information. As a plural sense, statistics refers to quantitative information or data. For example, statistics of birth rate, death rate, export, import, etc.
ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റകളെ കുറിച്ചാണ്. ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരങ്ങൾ. ഡാറ്റയുടെ മലയാളം ദത്തങ്ങൾ എന്നാണ്. ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ദത്തങ്ങൾ എന്നാണ് പറയുക. അപ്പൊ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരങ്ങൾ. ഓക്കെ. എക്കണോമിക്സിൽ ഡാറ്റകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. എക്കണോമിക്സിൽ ഡാറ്റകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഗുണാത്മക ദത്തങ്ങൾ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ പരിമാണാത്മക ദത്തങ്ങൾ. ഇനി നമുക്ക് എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് നോക്കാം. Qualitative data are those data which cannot be measured numerically. Qualitative data are those data which cannot be measured numerically. For example, personality, honesty, beauty, color of hair, etc. അതായത് സംഖ്യാപരമായി അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിവരങ്ങളെയാണ് ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത്. സംഖ്യാപരമായി അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിവരങ്ങളെയാണ് ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരാളുടെ വ്യക്തിത്വം, അതുപോലെ തന്നെ സത്യസന്ധത, ഭംഗി, മുടിയുടെ നിറം തുടങ്ങിയവയ്ക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. അതായത് ചില പ്രത്യേക ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുന്ന ഡാറ്റയാണ് ഗുണാത്മക ദത്തങ്ങൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്താ നോക്കാം. പരിമാണാത്മക ദത്തങ്ങൾ എന്താ എന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് ഡാറ്റ വിച്ച് ക്യാൻ മെഷേർഡ് ന്യൂമറിക്കലി. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് ഡാറ്റ വിച്ച് ക്യാൻ മെഷേർഡ് ന്യൂമറിക്കലി. സംഖ്യാപരമായി അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഡാറ്റയെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. സംഖ്യാപരമായി അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്ന വിവരങ്ങളെയാണ് പരിമാണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് ഡാറ്റ വിച്ച് ക്യാൻ മെഷേർഡ് ന്യൂമറിക്കലി. സംഖ്യാപരമായി അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്ന വിവരങ്ങളെയാണ് പരിമാണാത്മക ദത്തം അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, നാഷണൽ ഇൻകം എക്സെട്ര. അതായത് ഉദാഹരണമായിട്ട് രാജ്യത്തെ കയറ്റുമതി, ഇറക്കുമതി, ജനന നിരക്ക്, മരണനിരക്ക് തുടങ്ങിയവ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. അതായത് സംഖ്യാപരമായി അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഡാറ്റയെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? കയറ്റുമതി, ഇറക്കുമതി, ജനനനിരക്ക്, മരണനിരക്ക്, വരുമാനം, ഹൈറ്റ്, വെയിറ്റ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ കുറിച്ചും ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള പ്രാധാന്യത്തെ കുറിച്ചാണ്. സാങ്കേതികത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ആൻ ഇന്നെവിറ്റബിൾ ടൂൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് എക്കണോമിക്സ്. It helps him to understand various economic problems. Statistics is an inevitable tool in the hands of economics. It helps him to understand various economic problems. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉപകരണമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഇത് അവരെ സഹായിക്കുന്നു. പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ കണ്ടെത്താനും അവ പരിഹരിക്കുന്നതിനും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. അടുത്തതായിട്ട്, കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റ ഇൻ എക്കണോമിക്സ് ആർ സിംപ്ലിഫൈഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റ ഇൻ എക്കണോമിക്സ് ആർ simplified through statistical methods. സ്റ്റാറ്റിസ്റ്റിക്സ് രീതികൾ ഉപയോഗിച്ച്
സങ്കീർണമായിട്ടുള്ള സംഖ്യാസംബന്ധമായ വിവരങ്ങളെ ലളിതമായ രീതികളിലേക്ക് മാറ്റാൻ കഴിയും. സ്റ്റാറ്റിസ്റ്റിക്സ് രീതികൾ ഉപയോഗിച്ച് സങ്കീർണമായിട്ടുള്ള സംഖ്യാസംബന്ധമായിട്ടുള്ള വിവരങ്ങളെ ലളിതമായ രീതിയിലേക്ക് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള വസ്തുതകൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രകടമാകുമ്പോൾ ആ വിവരങ്ങളുടെ കൃത്യത, വിശ്വാസ്യത എന്നിവ വർദ്ധിക്കും. ഉദാഹരണമായി ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ 1102 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ കൃത്യത നൽകുന്നത്. അതായത് സംഖ്യാപരമായ വിവരങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ആ വിവരങ്ങളുടെ കൃത്യത വർദ്ധിക്കുന്നുണ്ട്, അല്ലെ? ഇനി അടുത്തതായിട്ട് വോളൂമിനസ് ഡാറ്റ ആർ റെഡ്യൂസ്ഡ് ടു ഫ്യൂ ഫിഗേഴ്സ് മേക്കിംഗ് ദം ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. വോളൂമിനസ് ഡാറ്റ ആർ റെഡ്യൂസ്ഡ് ടു ഫ്യൂ ഫിഗേഴ്സ് മേക്കിംഗ് ദം ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുമ്പോൾ വലിയ ഡാറ്റകൾ എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ ഏതാനും ചെറിയ സംഖ്യകളിലേക്ക് ചുരുക്കപ്പെടുന്നു. അടുത്തത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് എ കൺട്രി മേ ബി കമ്പയർഡ് വിത്ത് ഈച്ച് അതർ. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് എ കൺട്രി മേ ബി കമ്പയർഡ് വിത്ത് ഈച്ച് അതർ. ഒരു രാജ്യത്തിന്റെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് താരതമ്യപ്പെടുത്താമെന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ കയറ്റുമതിയുമായിട്ടുള്ള കണക്കുകളും ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒന്നുകൂടി പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എൻ ഇൻഎവിറ്റബിൾ ടൂൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് എക്കണോമിക്സ്. ഇറ്റ് ഹെൽപ്സ് ഹിം ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് എക്കണോമിക്സ് പ്രോബ്ലം. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉപകരണമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഇതവരെ സഹായിക്കുന്നു. അതായത് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉപകരണമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും പരിഹരിക്കുന്നതിനും ഇതവരെ സഹായിക്കുന്നു. സെക്കൻഡ് വൺ, കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റ ഇൻ എക്കണോമിക്സ് ആർ സിംപ്ലിഫൈഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സങ്കീർണമായിട്ടുള്ള സംഖ്യാസംബന്ധമായ വിവരങ്ങൾ ലളിതമായ രീതിയിലേക്ക് മാറ്റാൻ കഴിയും. അടുത്തതായിട്ട് വോളൂമിനസ് ഡാറ്റ ആർ റെഡ്യൂസ്ഡ് ടു ഫ്യൂ ഫിഗേഴ്സ് മേക്കിംഗ് ദം ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. വലിയ ഡാറ്റകൾ എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ ഏതാനും സംഖ്യകളിലേക്ക് ചുരുക്കപ്പെടുന്നു. അടുത്തത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് എ കൺട്രി മേ ബി കമ്പയർഡ് വിത്ത് ഈച്ച് അതർ. രാജ്യത്തെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ ആണ്. അതിനുശേഷം എക്കണോമിക്സിലെ ഡാറ്റയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നിങ്ങനെ ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്, അതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.